ഞാൻ ഉറപ്പിച്ചു പറയുന്നു, നിങ്ങൾക്ക് സംശയം വേണ്ട, ക്രിസ്ത്യാനികളിൽ നിന്നാണ് ഈ ബർത്ത്ഡേ കഴിക്കൽ ആചരിച്ചു പോകുന്നത്. ക്രിസ്ത്യാനികളെ ക്രിസ്തീയ പ്രവർത്തനാണ്. ബർത്ത്ഡേ കഴിക്കാൻ ഏത് അലിമാ പറഞ്ഞത്? ഷാഫിയിലോ ഹനഫിയിലോ ഹംബലിയിലോ മാലിക്കോ ഒരു മദ്ഹബിലും ബർത്ത്ഡേ കഴിക്കാൻ പാടില്ല. ഇപ്പോൾ ചില ആള് ഇതര മതസ്ഥരായ ക്രിസ്ത്യാനികളെ പിന്തുടർന്നുകൊണ്ട് അവനവന്റെ ജന്മദിനം കൊണ്ടാടുന്നവരുണ്ട്. ഒരു വലിയ കേക്ക് കൊണ്ടുവന്ന് വെച്ച് മുറിക്കല് വലിയ ഇബാദത്താണെന്ന് ധരിക്കുന്നവരുണ്ട്. അത് മറ്റേതെല്ലാമോ മതക്കാരിൽ നിന്ന് പകർത്തിയെടുത്തതല്ലാതെ നമ്മുടെ നാട്ടിൽ കഴിഞ്ഞുപോയ മുൻഗാമികളായ ആലിമീങ്ങളാരും അങ്ങനെ ചെയ്തതായി എന്റെ ഓർമ്മയിൽ ഇല്ല. ആകമാ നമ്മുടെ ബർത്ത്ഡേ ആഘോഷങ്ങളൊക്കെ മക്കൾക്ക് ബർത്ത്ഡേ ആകുമ്പോഴേക്കും നമ്മൾ കേക്ക് മുറിക്കുന്നു. കേക്ക് മുറിക്കുക നമ്മുടെ ആചാരാണോ? അത് ആരാ കൊണ്ടുവന്നത്? ക്രിസ്ത്യാനികളും ജൂതന്മാരുമാ. നമ്മൾ എമ്പാടും ചെയ്യുന്നില്ലേ? എന്താ പാർട്ടിയൊക്കെ? സുബ്ഹാനല്ലാഹ്. നിങ്ങളത് ചെയ്യും. മൻ തശബ്ബഹ ബിഖൗമിൻ ഫഹുവ മിൻഹും. ഏതെങ്കിലും ഒരു സമൂഹത്തിന്റെ ആചാരം നിങ്ങൾ ഏറ്റെടുത്താൽ നിങ്ങൾ അവരിൽപ്പെട്ടവരാണ്, മുസ്ലിമല്ല. സുന്യാൾ തുടങ്ങിയിരിക്കുന്ന ഈ പരിപാടി ബർത്ത്ഡേ ജനിച്ചത് ഇജ്ജ് മാത്രമേ ഞങ്ങൾക്ക് കുട്ടി ഉണ്ടായിട്ടുള്ളൂ, വേറെ ഇജ്ജ് കുട്ടിയല്ല, എന്റെ വാപ്പാക്ക് കുട്ടിയല്ല, അനക്ക് മാത്രം കുട്ടി ഉണ്ടായിട്ടുള്ളൂ. എന്തോ സാധനം അറിയില്ല കുട്ടി. ഈ കുട്ടി ഇപ്പം ലൗഹുൽ മഹ്ഫൂദിൽ നിന്ന് ഇറങ്ങിയതാ. എന്നിട്ട് ഇത് ജനിച്ച ഡേറ്റ് ഇങ്ങനെ കാത്തിക്ക, കേക്ക് മുറിക്കാനും മൗലിദ് നടത്താനും. ചെങ്ങായി എനിക്ക് വേറെ വല്ല പണി നോക്കിക്കൂടെ? അള്ളാഹുവിന്റെ റസൂൽ ഇങ്ങനെ പഠിപ്പിച്ചിട്ടില്ല. മാത്രമല്ല ലക്ഷക്കണക്കിന് അയിമത്തി ഇവിടെ ജനിച്ചു വഫാത്തായി പോയി. അവരാരും അവരെ ജന്മദിനം കൊണ്ടാടിയിട്ടില്ല. ജീലാനി തങ്ങൾ ബർത്ത്ഡേ കഴിച്ചില്ല, റിഫായി തങ്ങൾ ബർത്ത്ഡേ കഴിച്ചില്ല, ഹാജാ തങ്ങൾ കഴിച്ചില്ല. സമസ്ത പണ്ഡിതന്മാർ ഇന്ന് ഒരു പണ്ഡിതനും അവരെ ബർത്ത്ഡേ കഴിച്ചില്ല. ഇവർക്കിപ്പോ ഒരു കുട്ടി ഉണ്ടായി, ഇത് എവിടുത്തെ എത്താന്നറിയില്ല. ആ നിലക്കുള്ള സാധനമാണ് ഇത്. ഈ കാലത്ത് ജനിച്ച് ഈ വാട്സപ്പിന് ഫേസ്ബുക്കിന് കാലത്ത് ജനിച്ച സാധനമല്ല. ഇത് എന്റെ കഴുത്തുക്ക് വരാൻ സാധ്യത ഓർത്തോണ്ടി. ഇതിനാണ് ഇപ്പൊ ബർത്ത്ഡേ കഴിക്കണത്. വലിയൊരു അനുഗ്രഹമാണ് ജനിച്ചത്. അള്ളാഹുവിന് ശുക്ർ ചെയ്യുക. അതിനാണ് നമ്മൾ ഹഖീഖത്ത് അറുത്തത്, അതിനാണ് നമ്മൾ നല്ല രൂപത്തിലൊക്കെ ചെയ്തത്, ഭക്ഷണമൊക്കെ കൊടുത്തൊക്കെ ചെയ്യുക. പിന്നെ കൊല്ലം ഡേറ്റ് വരുമ്പോ ഇല്ല അങ്ങനെ ഒരു ബഹുമാനം ഇസ്ലാം പറഞ്ഞിട്ടില്ല.